ഈ AC റൂം MLA സാറിന് ഇഷ്ടമാവോ എന്തോ. ആന്റി ആന്റി ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ ഈ വീട് മുഴുവനും ആന്റി അന്വേഷിക്കായിരുന്നു. ഇതെന്താണ് ടിപ്പു സുൽത്താന്റെ കൊട്ടാരാണോ? 100 മുറികളിൽ നിന്ന് ഏത് മുറിയിലാ ഞാനൊന്ന് കണ്ടുപിടിക്കാനായിട്ട്? ഇവിടെ എന്താ ചെയ്യുന്നേ? തല വേദനിക്കുന്നടി, അതുകൊണ്ട് മസാജ് ചെയ്തോണ്ടിരിക്കുക. അല്ല, അടുക്കളയിൽ നിന്ന് ഒരു മണവും വരുന്നില്ലല്ലോ ആന്റി. അതിന് പാചകം ചെയ്താലല്ലേ എന്തെങ്കിലുമൊക്കെ മണം വരൂ. ലഞ്ച് ടൈം ആകാൻ പോകുന്നു. ഭാവനേട്ടത്തെയും വസുവേട്ടത്തെയും ഭക്ഷണം തയ്യാറാക്കിയില്ലേ? അല്ല, അവർ രണ്ടുപേരും എവിടെ? എന്നെ നീ വീട് മുഴുവൻ അന്വേഷിച്ചു എന്നല്ലേ പറഞ്ഞേ? വീടിന്റെ പുറത്ത് പോയി നോക്കിയില്ലേ? പുറത്ത് എവിടെയുള്ളേ? കാണിച്ചു തരാം, വാ. അവിടെയല്ല, ഇങ്ങോട്ട് നോക്ക്. നോക്കടി, 3 തലമുറ ഇരിക്കുന്ന കണ്ടില്ലേ? വാ ഏട്ടത്തി, സമയത്ത് തന്നെയാ വന്നത്. എന്റെ തലമുടി ഒന്ന് ചീകി പിന്നിത്താ ഏട്ടത്തി. ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ. എനിക്ക് നല്ല തലവേദന എടുത്തി. കാർത്തിക പിന്നിത്തരും. അവൾക്ക് വേറെ ജോലി ഉള്ളതല്ലേ ഏട്ടത്തി? എനിക്ക് ഒരു ജോലിയും ഇല്ല അമ്മേ. അതെന്താ കാർത്തിക, നിനക്ക് ആഹാരം ഉണ്ടാക്കണ്ടേ? ഞാനോ? ഭക്ഷണം ഉണ്ടാക്കാനോ? ലഞ്ച് ടൈം ആകാറായില്ലേ കാർത്തിക? കൃഷി ചെയ്യാൻ പോയ ആണുങ്ങളൊക്കെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി നമ്മളെയും കാത്തിരിക്കും. എനിക്ക് പാചകം ചെയ്യാൻ അറിയില്ലല്ലോ എടുത്തി. എന്നാ പിന്നെ ചെന്നന്റെ ഫോൺ എടുത്തോണ്ട് വരുവോ? എന്തിനാ അമ്മേ? നിന്റെ അച്ഛനെ ഒന്ന് ഫോൺ ചെയ്ത് നിനക്ക് പാചകം ഒന്നും അറിയില്ല, എല്ലാവർക്കും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാൻ പറയാനാ. അങ്ങനെ ചെയ്താ നിലം വെക്കാൻ നിന്റെ അമ്മായിച്ച് സമ്മതിക്കില്ലടി. ചെല്ലു മോളെ, എന്റെ ഫോൺ എടുത്തിട്ട് വാ. അത് വേണ്ട അമ്മേ, ഞാൻ തന്നെ പാചകം ചെയ്യാം. എന്തായി പറയുന്നേ? ഇപ്പോഴല്ലേ പാചകമൊന്നും അറിയില്ലെന്ന് പറഞ്ഞത്? ട്രൈ ചെയ്യാം. വാ ആന്റി. കാർത്തിക, നിക്കടി. അവിടെ എല്ലാരോടും നീ പാചകം ചെയ്യൂന്ന് പറഞ്ഞു. നിനക്ക് പാചകം ചെയ്യാൻ അറിയോ? ഒന്ന് പോ ആന്റി, എനിക്കെങ്ങനെ പാചകം ചെയ്യാറിയാ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ആന്റി, പാചകം ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യണം. അതെന്തായാലും കൊള്ളാം. എനിക്ക് പാചകം ചെയ്യാൻ അറിയാന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോടി? ഞാൻ എപ്പോഴെങ്കിലും കിച്ചന്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ? എല്ലാവരും കൂടി ചേർന്ന് എന്നെ കളിപ്പിക്കുകയാണല്ലേ. ആക്കിയാൽ ആ സ്ഥലം ഒന്ന് വിറ്റോട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും കൺട്രോൾ എന്റെ കയ്യിലാ. ഞങ്ങളെല്ലാരെയും കൺട്രോളിലാക്കിയിട്ട് നീ എന്ത് ചെയ്യാൻ പോവാടി? അടിമകളാക്കാൻ പോവാ? അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ ഗുലുമാൽ. അതെ, നേരെ ഉച്ചയായി. എല്ലാരും പോയി ഭക്ഷണം കഴിക്ക്. ശരി ചേട്ടാ. പോയിട്ടോ. അച്ഛാ, നമുക്ക് കഴിക്കാം, വാ. ശരി, വാ. എന്ത് വേഷമാടാ ഇത്? നീ കതിരിന് വെള്ളം തെളിച്ചോ അതോ ചെളിയിൽ കിടന്ന് ഊരിണ്ടിട്ട് വന്നോ? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ദേഹത്തൊക്കെ ചെളിയായി. ഇവൻ കുട്ടിക്കാലം മുതൽ ഇങ്ങനെ തന്നെയല്ലേ, ദേഹം മുഴുവൻ ചെളി വരുത്തേക്കും.
ആ പമ്പ് സെറ്റിന്റെ അടുത്ത് പോയി മോൻ കഴിയിട്ട് വാ, ആഹാരം കഴിക്കാം. ആഹാരം കഴിക്കാൻ നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് എന്തിനാ? ഭക്ഷണം ഇവിടെ വരും. ആര് കൊണ്ടുവരാനാ അച്ഛാ? ഏ അങ്ങോട്ട് നോക്കി. മൂന്ന് പേരെന്തിനാ അഭി വരുന്നേ? 3 പേർക്ക് ഒരു ഭക്ഷണം കൊണ്ടുവരാൻ അച്ഛാ. അഖിൽ 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 ആരാണ് ഈ ഡേർട്ടി ഫെലോ? മാറങ്ങോട്ട്. എടി ഇത് ഞാനാ. എന്താ അഖിൽ, ഇത് നീയായിരുന്നു? സോറി. എന്താ ചെളിയൊക്കെ പുരണ്ടിരിക്കുന്നേ? അതെ, ഇന്നവൻ ശരീരം അനങ്ങ് ജോലി ചെയ്തു മോളെ. പോയി കൈയും കലൊക്കെ കഴിയിട്ട് വാ. നീ ഇങ്ങോട്ട് ഒന്ന് വന്നേ കാർത്തിക, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. ചേച്ചി, ഈ ശരീരത്തിൽ ഞാൻ ടച്ച് ചെയ്യാനോ? അഖിൽ നീ വാ, ഞാൻ സഹായിക്കാം. വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കൂടമേ, വെള്ളി വെയിലുമ്മ വച്ച പാദസരമേ, എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ, മിന്നാം മിന്നിപ്പൊട്ടും തൊട്ട് കണ്ണാൻ തുമ്പി കണ്ണും നട്ട് പുന്നാരം പറയേണ്ടേ കണ്ണീറയേ, വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കൂടമേ. അനിയനോട് എന്തുമാത്രം സ്നേഹം ഏട്ടന്. പാദസരമേ, എന്റെ നെഞ്ചിലൂറ അഭിക്ക് കുഞ്ഞുനാൾ മുതൽ അനിയനെന്ന് പറഞ്ഞ ജീവനാ. അവന്റെ മേലെ ഒരു ഈച്ച പോലും ഇരിക്കാൻ അവൻ സമ്മതിക്കില്ല. അബിക്ക് അവരോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിട്ടാ അവന്റെ എല്ലാ സ്വത്തും അവർക്ക് കൊടുത്തിട്ട് വന്നത്. വെച്ചു മെല്ലെ ഒച്ച വെച്ചു, അറിയാതെ എന്തിനോ നീ വളർന്നു, എന്നോട് കൊഞ്ചാൻ കൂട്ടില്ലയോ, കൊതിയോടെ നോക്കി ഞാൻ നിൽക്കവേ, വെറുതെ നീ വെഞ്ചിറകിലേറിയെന്നു പറന്നു മകളെ, ഞാൻ മനസ്സുവാടി തളർന്നു, വെണ്ണിലവ് കണ്ണ് വെച്ച വെണ്ണക്കൂടമേ, വെയിലും വെച്ച പാദസരമേ. ഒരാളെ കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ, 3 പേരും കൂടി എന്തിനാ വന്നേ? ഓരോരുത്തരും അവരവരുടെ ഭർത്താവിന് ഭക്ഷണം കൊണ്ടുവന്നു. അതിനിപ്പോ എന്താ?
ഈ കറിയിൽ എന്താണ് ഇത്രയ്ക്ക് ഉപ്പ്? ആ ആ, ഈ കറി ഒന്ന് കഴിച്ചു നോക്ക്. ഫു, ഇതിൽ ഉപ്പ് കൂടുതലാ കാർത്തിക. ഇത് ഉണ്ടാക്കിയത് ആരാടി? ഞാനാണ് അഖിൽ. നിന്നോട് ആരാടി കുക്ക് ചെയ്യാൻ പറഞ്ഞത്? ഞാൻ തന്നെയാ ചെയ്തത്. ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ മ്ലേച്ചോട്ടം ഉണ്ടാക്കി ആരാടി കഴിക്കുന്നേ? ഞങ്ങളുടെ ഭക്ഷണം രുചിയായിരിക്കുന്നല്ലോ. അച്ഛൻ വെറുതെ ഇങ്ങനെ കാർത്തിക എൻകറേജ് ചെയ്യല്ലേ. ഇവർക്ക് ഒരു കുന്തം ഉണ്ടാക്കാൻ അറിയില്ല. ഇല്ല അഖിൽ, കറികൾക്കെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. വേണമെങ്കിൽ നീ ഇതൊന്ന് കഴിച്ചു നോക്ക്. സൂപ്പർ ആയിരിക്കുന്നു കേട്ടോ. ആ കറിയും ഞാനാണല്ലോ ഉണ്ടാക്കിയത്. അല്ല, അത് വസു ഉണ്ടാക്കിയതാ. ഇത് ഏടത്തിയാണോ ഉണ്ടാക്കിയത്? നല്ല സ്വാദുണ്ട്. ഏട്ടാ, ഒരു തവണ കൂടെ ഒന്ന് തരുമോ? അമൃത് പോലുണ്ട് ഏട്ടാ. എത്ര നാളായി ഏടത്തിയുടെ ഭക്ഷണം കഴിച്ചിട്ട്. വേറെന്ത് കറിയാ ഉള്ളത്? ഏട്ടാ, എനിക്ക് ആ കറിയുടെ കുറച്ച് വിളമ്പി തരുമോ? കുറച്ച് ഒഴുക്കി വസു. ഏട്ടാ, എനിക്ക് ആ കറി കൂടി കുറച്ച് വേണം. ഏട്ടാ, ഈ കറി കൂടി കുഴച്ചിട്ട് ഒരു വാ കൊടുത്താ. നാട്ടുപാട്ട് കേട്ടോ നാഞ്ചി നാട്ടുകാറ്റേ പാണ്ടിക്കോയിൽ താണ്ടും പൊമ്മലാട്ടക്കാറ്റേ ആട്ടുമീട്ടു മീനേ ആടിമാസമായോ ചേറ്റിലൊറ്റലിട്ട ഏടത്തിയുടെ കൈപ്പുണ്യം പറയാതിരിക്കാൻ വയ്യ. അമ്മ ഉണ്ടാക്കുന്ന അതേ സ്വാദ ഏടത്തിയുടെ ആഹാരത്തിന്. നാട്ടുപാട്ട് കേട്ടോ നാഞ്ചി നാട്ടുകാറ്റേ പാണ്ടിക്കോയിൽ താണ്ടും പൊമ്മലാട്ടക്കാറ്റേ. ഇനിയും വാരത്ത ഏട്ടാ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ഏട്ടാ, നമ്മുടെ കുട്ടിക്കാലത്ത് അമ്മ വയലിലേക്ക് ആഹാരം കൊണ്ടുവരുമ്പോ നമ്മൾ ഇങ്ങനെയല്ലേ കഴിക്കാറ്? ആ ഒരുപാട് താങ്ക്സ് ഏട്ടാ. അന്ന് കുട്ടിക്കാലത്തും ഞാൻ ഇളയാളായതുകൊണ്ട് ഏട്ടൻ ഇങ്ങനെയല്ലേ എനിക്ക് വാരി തരാറ്. വയൽ പാടി രാവോരം ആഴം പൂവേ തകരം പൂവേ താലോളം. ആ കാലൊന്നും ഇനി തിരികെ വരില്ലല്ലേ ഏട്ടാ. നമുക്കൊരിക്കലും കുട്ടികളും ആവാൻ പറ്റില്ല. മേളമുറുങ്ങി താളമുറുങ്ങി തെയ്യാരം ശിവകാമിക്കിനാവേ കുയിൽ കൂകും നിലാവേ. എന്താകിൽ നിർത്തിക്കളഞ്ഞത്? കഴിക്കുക. വേണ്ടച്ച, എനിക്ക് മതി.
സാരമില്ല, അച്ഛൻ കഴിക്കേ. അഖില് ശരിക്കും ഒരു കൊച്ചു കുട്ടിയെ പോലെയാ. നിഷ്കളങ്കമായ മനസ്സാ. അതെ വസു, അഖില് വളരെ നല്ല കുട്ടിയാ. കുട്ടിക്കാലത്ത് അബിയുടെ കയ്യിൽ നിന്ന് വിടുകയില്ലായിരുന്നു. കാർത്തിക വന്നതിന് ശേഷം അവൻ ഇങ്ങനായത്. സ്വാർത്ഥതയും കാശിനോടുള്ള അത്യാഗ്രഹവും ഒക്കെ ഉണ്ടായത്. സഹോദരങ്ങളെ വെറുത്തു. സ്നേഹവും വിശ്വാസവും ഒക്കെ അതിനേക്കാൾ വലുതാണമ്മേ. അമ്മ തന്നെ ഇപ്പൊ കണ്ടതല്ലേ. പഴയതെല്ലാം മറന്നിട്ട് പെട്ടെന്ന് കൊച്ചു കുട്ടികളെ പോലെ അവൻ പെരുമാറി. എനിക്കൊരു നിമിഷത്തേക്ക് പഴയ അഖിലിനെ കണ്ടതുപോലെ തോന്നിയേ. ശരിയല്ലേ ഏട്ടാ? അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന ചെളി കഴുകിക്കളഞ്ഞതുപോലെ നമുക്ക് അവന്റെ മനസ്സിലുള്ള ചെളിയും പൂർണ്ണമായും കഴുകിക്കളയണം. അപ്പോഴേ നമ്മുടെ പഴയ അഖിലിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. ഈ ദിവസം എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ബി. നിങ്ങൾ 3 സഹോദരങ്ങളും അധികം താമസിയാതെ ഒന്നാകുമെന്നാ എനിക്ക് തോന്നുന്നേ. നമ്മൾ ഈ നാട്ടിൽ തന്നെ നിന്ന ആ ദിവസം എത്രയും പെട്ടെന്ന് വരും അമ്മേ. ഇത് വളരെ നല്ലൊരു നാടാ. ഇവിടെ വരുന്ന എല്ലാവരും നല്ലവരായി മാറും. പക്ഷേ ഈ നാടിനെ മനുഷ്യരെ മാറ്റുന്നതിന് വേണ്ടി ഒരാൾ വന്നുകൊണ്ടിരിക്കുക. ആ പൂച്ചയുടെ ശകുനം മാറിയോടോ പിയെ? നമുക്ക് പോകാനുള്ള സ്ഥലം എത്തുന്നത് വരെ ശകുനം കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല സാർ. തന്റെ നാക്ക് എന്താടോ, കരുനാക്കാണോ? ഒരു നല്ല വാക്ക് തന്റെ വായിൽ നിന്ന് വരില്ലേ? ഇനിയും കാർ നിന്ന് പോയാൽ എന്ത് ചെയ്യും? ഇപ്പൊ എന്തിനാടോ കാർ നിർത്തിയത്? ഞാൻ നിർത്തിയതല്ല സാർ, തന്നെത്താൻ നിന്നതാ. വീണ്ടും പഞ്ചറായോ? ഡോ, ഇനി വേറെ സ്റ്റെപ്പിന് പോലും കയ്യിലില്ല. ടയർ 4 ഓക്കെയാണ് സാർ. പിന്നെന്താ, പെട്രോൾ തീർന്നു പോയോ? ഫുൾ ടാങ്ക് അടിച്ചതില് കാൽഭാഗമേ തീർന്നിട്ടുള്ളൂ സാർ. ഓ, പിന്നെ എന്താണോ പറ്റിയത്? ഇറങ്ങി നോക്കിയാലേ അറിയൂ. എന്നാ പിന്നെ ഇറങ്ങി നോക്ക്. എന്തു പറ്റിയതാടോ? ടയർ ചെളിയിൽ പുതഞ്ഞതാ. കാറിന്റെ ടയർ ഞാനാ ചെളിയിൽ പോയച്ച പോലെ സാർ അതിന് എന്നെ നോക്കുന്നേ. ആ പൂച്ചയുടെ ശകുനം ഇതുവരെ തീർന്നില്ലല്ലേ? അതല്ലേ ഞാനും പറഞ്ഞത്. എന്തൊരു പൂച്ചയാടോ അത്, എന്നോട് ഇങ്ങനെ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കാൻ? പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രം വന്ന പൂച്ചയെ പോലെ ഉണ്ട് സാർ. അയ്യോ, എന്താടോ ഇനിയിപ്പോ ചെയ്യുന്നത്? വണ്ടിയിൽ നിന്ന് ഇറങ്ങി തള്ളിയാലേ പറ്റൂ സാർ. ഇത് കൊള്ളാലോ, ഞാൻ എന്റെ കുഞ്ഞിന്റെ സൈക്കിൾ പോലും തള്ളാറില്ല, പിന്നെ ഇത്രയും വലിയ കാർ ഞാൻ എങ്ങനെ തള്ളും? സോറി സാർ, ഞാൻ കാറ് തള്ളുന്ന സമയത്ത് സാറിന് ആരെങ്കിലും ഷൂട്ട് ചെയ്താലോ? എനിക്ക് സാറിന്റെ സേഫ്റ്റിയാണ് പ്രധാനം. കാർ തള്ളുന്നത് രണ്ടാമതാ. ഡോ, പ്രതിപക്ഷത്തിന് പോലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. നിന്നോടൊക്കെ ഞാൻ കേണപേക്ഷിക്കാം. എല്ലാവരും ചേർന്ന് തള്ളാം. എന്താടോ ഇങ്ങനെ നോക്കുന്നേ? ഞങ്ങൾ വരില്ല, സാർ ഒറ്റയ്ക്ക് തള്ളാനാണോ പറയുന്നത്? എടാ, ഞാൻ കൂലിപ്പണിക്കാരനല്ലടാ, അസംബ്ലിയിലെ MLA. ആ കാലമൊക്കെ എന്നേ കഴിഞ്ഞതാ. ഏത് കാലത്താ സാർ? ചാക്കും തൂക്കി സാർ കൂലി വരെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ നീ എന്നെ കണ്ടിട്ടുണ്ടോ? എന്ന് വെച്ചാ സാറ് ശരിക്കൊരു കൂലിക്കാരനെ. അതിനെന്താടോ ഒരു കുഴപ്പം? ഞാൻ പാല് വിറ്റാലും പൂവ് വിറ്റാലും കഷ്ടപ്പെട്ടാലും വിയർത്താലും ലൈഫിൽ സക്സസ് ആയില്ലേ? ഇന്ന് MLA ആയിട്ടിരിക്കുന്നില്ലേ? നാളെ ഒരു ദിവസം മന്ത്രിയാകും, ചീഫ് മിനിസ്റ്റർ ആകും, ചിലപ്പോ പ്രൈം മിനിസ്റ്ററും ആകും. എനി ഡൗട്ട്സ്? നോക്ക്, വോട്ടേഴ്സിനെ പോലെ കൈയടിക്കാതെ ചെന്ന് കാറ് തള്ളു. ഇനി എത്ര പൂച്ചകൾ കുറുകെ ചാടുമെന്തോ. താനെന്താടോ കാറിൽ നിന്ന് ഇറങ്ങില്ലേ? വണ്ടി തള്ളുമ്പോ സ്റ്റിയറിംഗ് നിയന്ത്രിക്കണ്ടേ സാർ? നീ എന്തായാലും ഭാഗ്യവാനാ. ശരി, നീ ഓടിക്ക്. അതെ ഭാസ്കർ മോനെ, കണക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണോ? ഭക്ഷണം കഴിക്കുന്നില്ലേ? കഴിക്കേളമ്മേ, ഒരുപാട് നാളായിട്ട് അച്ഛൻ കണക്കൊന്നും എഴുതാതെ പെൻഡിങ് വെച്ചേക്കായിരുന്നു.
അതെല്ലാം ക്ലിയർ ചെയ്തേ പറ്റൂ. കഴിച്ചതിന് ശേഷം ഇതൊക്കെ നോക്കിയാ പോരേടാ. ആ, മോളെ ഭാവനെ, നിന്റെ ഭർത്താവിനോട് നീയെങ്കിലും ഒന്ന് പറയേ. രാവിലെ തൊട്ട് കണക്ക് എഴുതിക്കൊണ്ടേ ഇരിക്കല്ലേ, നീ കഴിക്കാൻ പറ. ഏട്ടന് ജോലി ചെയ്യാൻ അനുവദിക്കളേമേ. അദ്ദേഹം ഇന്നാണ് ജോലി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോ ഇത്ര നാളും അവൻ ഒരു ജോലിയും ചെയ്തില്ലെന്നാണോ? ഇത്രയും നാളും ചെയ്തത് അദ്ദേഹത്തിന് വേണ്ടാത്ത ജോലികളാ. ഇപ്പോഴാ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ തുടങ്ങിയത്. ഇവൻ ഫാക്ടറിയുടെ ഓണറായിട്ട് ജോലി ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? അദ്ദേഹം സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട് ജോലി ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹത്തിന് പറ്റിയൊരു ജോലി ചെയ്യണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ.